ടെക്നോ പാർക്കും ഡിജിറ്റൽ സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസമായി കാട്ടുപോത്ത് ഇറങ്ങിയതിനെ തുടർന്ന് ജനവാസ മേഖലയിലെ ജനങ്ങളും ഇതുപോലുള്ള നമ്മുടെ അഭിമാന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ആശങ്ക ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കാട്ടുപോത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചതെന്ന് വിലയിരുത്താനും കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധാരണയിൽ എത്തിച്ചേരാനും ഇപ്രകാരം ഒരു ആലോചനാ യോഗം ഇവിടെ നടന്നത്. സ്ഥലം MLA-യും ബഹുമാനപ്പെട്ട മന്ത്രിയുമായ അനിൽ അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അയൽവക്കത്തെ MLA കടകംപള്ളി സുരേന്ദ്രൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു നേരത്തെ നിശ്ചയിച്ചൊരു പരിപാടി വിട്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹവുമായി ഞാൻ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിതിനെ രണ്ടായിട്ടാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, ജനങ്ങൾക്കുള്ള പ്രയാസം പരിഹരിക്കുന്നതിന് കാട്ടുപോത്തിനെ എത്രയും വേഗം പിടികൂടുകയോ കാട്ടിലേക്ക് അയക്കുകയോ ചെയ്യുന്ന സംരക്ഷണ പ്രവർത്തനം, അത് നല്ല നിലയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആവശ്യമാണെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണ്ടി വരുന്ന ഘട്ടത്തിൽ സഹായിക്കാൻ വെറ്റിനറി ഡോക്ടർമാരുടെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ് എന്നിവയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഓപ്പറേഷൻ ഇവിടെ നടക്കുന്നത്. ഇത് ഞങ്ങൾ ആലോചിച്ചത് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്നലകളിൽ ആ കാട്ടുപോത്തിനെ കണ്ടെത്തിയ സ്ഥലങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെടുത്തി ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കും. ആ റൂട്ട് മാപ്പ് തയ്യാറാക്കിയാൽ അത് വന്ന വഴിയും പോയ വഴിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട എൻട്രി പോയിൻ്റ് എവിടെയാണ്, ആ പോയിന്റിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിർത്തുക എന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗം. ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം അതാണ്. അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ അഭിമാന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലെ പ്രശസ്തി, അവിടെ അന്തരീക്ഷം അസ്വസ്ഥമാണ് എന്നൊരു മെസ്സേജ് ഉണ്ടാകുന്നത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ പാർക്കുമായി ബന്ധപ്പെട്ട അധികൃതരും വനം വകുപ്പും ആലോചിച്ച് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും മറ്റു സ്ഥലത്ത് ഏർലി വാർണിംഗ് സിസ്റ്റത്തിലൂടെ സാന്നിധ്യം ഇവിടുത്തെ ആളുകളെ അറിയിക്കാനുമുള്ള ഒരു മെക്കാനിസത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും ശാസ്ത്രീയവും ഫലപ്രദവുമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തന്നെ നടക്കും. കാട്ടുപോത്തിന് ഇന്ന് തന്നെ പിടികൂടാനോ അല്ലെങ്കിൽ കാട്ടിലേക്ക് അയക്കാനോ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ. എല്ലാവരും ഫീൽഡിലാണുള്ളത്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഞങ്ങളിവിടെ വന്നുകൊണ്ട് മാത്രമാണ് DFO നമ്മളുമായി സംസാരിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വന്നത്. അവരെല്ലാം ഫീൽഡിലുള്ള ആരെയും വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ പ്രവർത്തനം സമീപിച്ചല്ല നമ്മൾ ചെയ്യേണ്ടത്. ഏതായാലും ഈ ടെക്നോ സിറ്റിയുടെ പേരുദോഷം ഇല്ലാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ജനങ്ങൾക്ക് ഭയരഹിതമായി ജീവിക്കാൻ ആവശ്യമായ മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ധാരണയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നല്ലതേ വരൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, ഇപ്പോൾ കാട്ടുപോത്ത് ക്യാമ്പസിന് പുറത്ത് ഏതാണ്ട് മാണിക്കൽ പഞ്ചായത്ത് പാലോടിൻ്റെ അടുത്ത് എത്താറായിരുന്നു. പാലോട് ഫോറസ്റ്റിലേക്ക് ഇനി 12 കിലോമീറ്റർ ദൂരമുള്ള അത്തരത്തിൽ. അപ്പോൾ ഇവിടെ വന്നത് തെറ്റിപ്പോയി എന്ന് ധാരണയോടുകൂടി സ്വയം തിരിച്ചു പോകാൻ കാട്ടുപോത്ത് തന്നെ തീരുമാനമെടുത്തതായിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടാൽ തോന്നുക. അപ്പോൾ ജനങ്ങളുമായിട്ട് സഹകരിക്കുന്ന വന്യമൃഗങ്ങളുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ വളരെ കാട്ടുപോത്ത് സാധാരണ നിലയിൽ മനുഷ്യരെ ആക്രമിച്ച് അപായപ്പെടുത്തുന്ന സ്വഭാവമുള്ളൊരു വന്യജീവിയല്ല. എന്നാൽ അതിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ തിരിച്ച് പ്രത്യാക്രമണം ഉണ്ടാകുന്നില്ല. അത് നേരിട്ട് ആക്രമിച്ച് ജനങ്ങളെ ഭീതിപ്പെടുന്ന സ്വഭാവം. പക്ഷേ അതൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് അത് ആശ്വസിക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് അത്തരമൊരു വന്യമൃഗത്തിൻ്റെ സാന്നിധ്യം ഭീതി ഉണ്ടാക്കുക. ഇന്ന് രാത്രിയോടുകൂടി ആ ഭീതി അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്, എന്നാണ് ഇപ്പോൾ കരുതുന്നത്. വന്യജീവികളല്ലേ, അവരെ മനസ്സിലാക്കാൻ നമുക്കറിയില്ല.
സൂചിപ്പിച്ചതുപോലെ മയക്ക് വെടി വെക്കേണ്ടി വന്നാൽ മയക്ക് വെടിവെച്ചും ജനങ്ങളുടെ ഭീതി അകറ്റി ആ മൃഗത്തെ പിടികൂടുന്നതാണ് വനം വകുപ്പ് നിർദ്ദേശം നൽകിയത്. ഇന്നലെ തന്നെ നമ്മുടെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഫീൽഡിൽ നേരിട്ട് നിന്ന് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്ന ആ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. ഇന്നിപ്പോൾ രാവിലെ 6:30 മണിക്ക് തിരപ്പൻകോട് ഹാപ്പി ലാൻഡിന്റെ പരിസരത്ത് ഈ മൃഗത്തിനെ കാണാൻ കഴിഞ്ഞു എന്നാണ് അവിടെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും അറിയിച്ചത്. എന്തായാലും ഇന്നത്തെ യോഗം ഒരു കാര്യം, ടെക്നോ സിറ്റി, ടെക്നോ പാർക്ക് ഈ പരിസര പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള ഭൂമിയിൽ കാട് ആയി മാറുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ അതിന്റെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് കൊടുക്കേണ്ടത് ആ നടപടികളിലേക്ക് നീങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഒഴിവാക്കിയെടുക്കാനുള്ള ആലോചനാ യോഗങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തന്നെ അവർക്ക് നിർദ്ദേശം നൽകുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇത് നിരീക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക. അതിവിടെ മാത്രമല്ല, നമ്മുടെ അതിർത്തി പ്രദേശം, വനാതിർത്തി പ്രദേശം വരുന്ന പാലോട്, നന്ദിയോട്, പനവൂര് ആ പ്രദേശത്ത് എന്താണ് സാധ്യത എന്ന് വനംവകുപ്പ് തന്നെ പ്രത്യേകം തീരുമാനിക്കാമെന്നാണ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനാവശ്യമായ നടപടി സ്വീകരിച്ചാൽ ആ നിരീക്ഷണത്തിലൂടെ ഏതെങ്കിലും വന്യജീവികൾ നാട്ടുമ്പുറങ്ങളിൽ, നഗരങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്കറിയാനും അത് അലർട്ടാക്കാനും അതിനാവശ്യമായ നടപടി സ്വീകരിക്കാനും സഹായിക്കുന്ന ഒന്നായിരിക്കും. ഈ നിലയിൽ ഉള്ള ഇടപെടലുകൾ അടിയന്തരമായി നടത്തി ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിയെടുക്കുക എന്നതാണ് ഗവൺമെന്റ് കാണുന്നത്. അതുകൊണ്ട് ആ ഗൌരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട വന്യമൃഗ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയ്ക്ക് ശശിധര ചേട്ടൻ തന്നെ നേരിട്ട് ഇവിടെ എത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടപടികളിലും ഗവൺമെന്റും വകുപ്പും മുന്നോട്ട് പോയിട്ടുണ്ട്. കാട്ടുപോത്ത് ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്, അത് നിരീക്ഷണത്തിലാണ്.